പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ വാണിജ്യ വ്യവസായ സമിതിയും ബിജെപിയും സംയുക്തമായി സേവാപാക്ഷികം നടത്തി. സേവാപാക്ഷികത്തിന്റെ ഭാഗമായി ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് അരി വിതരണവും ബിജെപി സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകി. തൃശൂർ ശക്തൻ മാർക്കറ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സേവാപാക്ഷികവും ബിജെപി സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചത്. തൃശൂർ വാണിജ്യ വ്യവസായ സമിതിയും ബിജെപിയും സംയുക്തമായി നടത്തിയ പരിപാടി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ സഹായം കൊണ്ട് ആ സ്റ്റാലിന്റെ നാട്ടിലെ ടൂറിസം വകുപ്പ് മന്ത്രി വരെ 4 തവണ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി. എന്നാൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അലർജിയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത്? കൊടുക്കാൻ തയ്യാറാണ് എന്ന് എല്ലാ നേതാക്കന്മാരോടും നമ്മുടെ കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് പ്രൊജക്ട് വേണം, അതിന് പദ്ധതി വേണം, അതിന് ചർച്ച വേണം. അതിന് ഇവിടുത്തെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും MLA-മാർ തയ്യാറാണെങ്കിൽ വികസനമുണ്ടാകും, ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ തന്നെ മുന്നിൽ നിൽക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു, കൽപ്പണിക്കാരൻ രാജന്റെ മകൻ പറഞ്ഞതുപോലെ ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള കൃഷ്ണന്റെ മകളാണ് ഞാൻ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കി കെട്ടി കൊണ്ടുകൊടുക്കാൻ കഴിയില്ല. സംസ്ഥാനം പ്രോജക്റ്റുകൾ നൽകാത്തത് കൊണ്ടാണ് പദ്ധതികൾ അനുവദിക്കാൻ സാധിക്കാതെ പോകുന്നത്. സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ആലപ്പുഴയിൽ നിന്നോ അതിരപ്പള്ളിയിൽ നിന്നോ ഒരു ടൂറിസം പദ്ധതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ മരുമകന് സമയമില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കണ്ടിട്ട് പോലുമില്ല. എന്നാൽ ഒഡീഷ മുഖ്യമന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയെ കണ്ടു. തമിഴ്നാട്ടിലെ ടൂറിസം മന്ത്രി 4 തവണയാണ് സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് എന്നിവർക്ക് സ്വീകരണം നൽകി. സേവാപാക്ഷികത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് അരിയും വിതരണം ചെയ്തു. ജനം, തൃശൂർ.